ഞാൻ പറഞ്ഞിട്ടില്ലേ, സൺഡേ എന്ന് പറയുന്നത് എപ്പോഴും ബിസി ആയിരിക്കാൻ നോക്കുന്ന ഒരു ദിവസമാണ് ഞാൻ. എത്രത്തോളം ബിസി ആയിരിക്കാൻ പറ്റുമോ അത്രത്തോളം ബിസി ആയിട്ടിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. എല്ലാ ദിവസവും മുന്നേ പോയിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പോകുന്നില്ല. അപ്പോൾ പോയിട്ട് പരാതിയും വിഷമങ്ങളും മാത്രമല്ല എന്നും പറയുന്നത്. എത്രത്തോളം പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എനിക്കറിയില്ല. എന്തായാലും ഇന്ന് പോയിട്ട് ഞാൻ അധികം വിഷമങ്ങളൊന്നും പറഞ്ഞില്ല. എല്ലാം നല്ലതാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മാമ്മയുടെ പിറന്നാളാണ്. പക്ഷേ സൺഡേ ബർത്ത്ഡേ ആണെങ്കിൽ സാറ്റർഡേ വൈകിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊരു സർപ്രൈസൊക്കെ ഒരുക്കി എല്ലാവരും ഒരുമിച്ച് വരാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ അതിൽ കുറേ പേര് മിസ്സിങ് ആണ് കേട്ടോ. എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു എല്ലാവർക്കും. എന്നാലും ഞങ്ങളുള്ള പോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. 4 മക്കളുണ്ടായിരുന്നു. അമ്മമ്മയുടെ 4 മക്കളും പേരക്കുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെയായിട്ട് കുറച്ച് പേര് വരാൻ പറ്റുന്ന ആൾക്കാർ കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സദ്യ കഴിക്കുകയാണ്. ഒരു ചെറിയ സദ്യ തന്നെ ആൻറ്റിമാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ മാമന്മാരായാലും ആൻറ്റിമാരായാലും എല്ലാവരും നല്ല രീതിയിൽ ഉണ്ടാക്കും. അതിൽ ഒരു പ്രോബ്ലമേ ഇല്ല. ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. പെട്ടെന്ന് ചുരുങ്ങിയ ടൈം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടായത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് എന്ത് വേണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വലിയ കാര്യമായിട്ടൊന്നുമല്ല ആഘോഷിച്ചത്. കാരണം എന്താ വെച്ചാൽ അച്ചാച്ചൻ മരിച്ചതിന് ശേഷം അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മാമ്മയും അച്ചാച്ചൻ്റെ മരണശേഷം കുറച്ച് ഡൗണാണ്. ഇതിൽ ഞങ്ങളൊരു ഗിഫ്റ്റും അങ്ങനത്തെ കൊടുത്തിരുന്നു അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെയും ഫോട്ടോ വെച്ചിട്ട്. അത് അമ്മാമ്മയ്ക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമായി. അങ്ങനെ പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് അന്നത്തെ ഒരു ദിവസം കടന്നുപോയി. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇനിയും ഇതുപോലൊക്കെ കുറേ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ. അടുത്തൊരു സന്തോഷമായിട്ട് ഞാൻ വരാവേ.